Hello, good morning all. Good morning. Thank you. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത് ഇന്ദു മാം ആണ്. മാമിനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ടില്ല തോന്നുന്നു. മാം ഇടയ്ക്ക് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. മാമിനെ വളരെ സന്തോഷത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യാണ്. സ്റ്റാർട്ട് ചെയ്യാലേ മാം? ഓക്കെ മാം. ഗുഡ് മോർണിംഗ് ഓൾ. സജന മാം നല്ലൊരു തോട്ടോടു കൂടി ഇന്നത്തെ ഒരു ദിവസം തുടങ്ങിയതിൽ വളരെയധികം സന്തോഷം. കുറച്ചായി ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പം നമ്മൾ വീണ്ടും ഇന്ന് കാണാൻ വന്നിരിക്കുകയാണ്. സജന മാം പറഞ്ഞ പോലെ എല്ലാവരിലും സ്നേഹം പകരട്ടെ, എല്ലാവരിലും നന്മ ഉണ്ടാവട്ടെ. ഇന്നത്തെ ഒരു പുതിയ ദിവസത്തോടെ, പുതിയൊരു തുടക്കത്തോടെ നമുക്ക് പുതിയ വാക്കുകളിലൂടെയും പുതിയ ചിന്തകളിലൂടെയും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ഞാൻ നേരുകയാണ്. സോ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു ലൈഫിൽ, നിങ്ങളുടെ പഠനകാലത്തോ നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല, എനിക്ക് മടുത്തുപോയി, അതല്ലെങ്കിൽ ഞാൻ ഇത് വിട്ടു പോവുകയാണ്, ഇനി ഞാൻ ഇതിനെ ശ്രമിക്കുന്നില്ല എന്ന ഒരു തോന്നല് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. എനിക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കൈപൊക്കിയത്, അല്ലെ? ഇതല്ല, അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ, നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ മാത്രമല്ല അല്ലെ ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻസിലൂടെ പോയിട്ടുള്ളത്. നമുക്ക് ചുറ്റുമുള്ള ഇത്രയും ആളുകളും ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനർത്ഥം ഇതൊരു നോർമൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്, അല്ലെ? സോ വിന്നേഴ്സ് എന്ന് പറയുന്നത്, അവർക്ക് ഈ ക്വിറ്റിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും അവർക്കൊരു ഫീൽ ചെയ്യും, അല്ലെ? എനിക്കിത് വിട്ടുപോകാമെന്നുള്ളത്. പക്ഷെ അവരവരുടെ വിജയത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ക്വിറ്റ് ചെയ്തതുകൊണ്ടാണോ? അല്ല, അല്ലെ? അവർ ക്വിറ്റ് ചെയ്യാതെ അവരുടെ ആ ഒരു ഗോളിലേക്ക് വേണ്ടുന്ന ഓരോ ചുവടുവെപ്പുകളും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്, അല്ലെ? സോ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നതും അത് തന്നെയാണ്. യെറ്റ് നെവർ ഗിവ് അപ്പ്. ഓക്കെ, അപ്പോ നെവർ ഗിവ് അപ്പ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കാതിരിക്കുന്നത്? എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ ഒന്ന് പറയൂ. നെവർ ഗിവ് അപ്പ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കാതിരിക്കുന്നത് എന്നാണ് കേട്ടോ ചോദിച്ചത്. എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണോ ഉദ്ദേശിക്കാതിരിക്കുന്നതെന്നാണോ? അതിരിക്കുന്നത് നമ്മൾ പരാജയപ്പെടില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല എന്നുള്ളതുണ്ടോ? നെവർ ഗിവ് അപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കാതിരിക്കുന്നത് അല്ല, അല്ലെ? നമ്മൾ ഒരിക്കലും ടയേർഡ് ആവില്ല എന്നുള്ളതാണ്. അതും അല്ലെങ്കിൽ നമ്മളൊന്നും കരയില്ല എന്നുള്ളതാണ്. അതും അല്ലെങ്കിൽ നമ്മളൊന്നും പരാജയപ്പെടില്ല എന്നുള്ളതാണോ? അതൊന്നുമല്ല, അല്ലെ? ഇറ്റ് മീൻസ് ഈവൻ ഇഫ് യു ഫോൾ യു റൈസ് അഗെയിൻ, ഈവൻ ഇഫ് യു ഫെയിൽ യു കണ്ടിന്യൂ, ഈവൻ ഇഫ് യു സ്ലോ യു ട്രൈ അഗെയിൻ, അല്ലെ? അതല്ലേ? യെസ്. സക്സസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്പീഡിനെ കുറിച്ചിട്ടാണോ? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെയും സ്പീഡാണോ? അല്ല, അല്ലെ? നമുക്കറിയാം അത് നമ്മളുടെ എഫേർട്ടാണ്, അല്ലെ? നമുക്ക് നമ്മളിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ബിലീഫാണ്, അല്ലെ? അതുമല്ലെങ്കിലും നമ്മളുടെ കൺസിസ്റ്റൻസി കൂടിയാണ്. ഈ മൂന്നും കൂടി ഒത്തുചേരുമ്പോഴാണ് നമ്മൾക്ക് നെവർ ഗിവ് അപ്പ് എന്ന തോട്ട് നമ്മളിൽ ഉണ്ടാവുന്നത്, അല്ലെ? ഒരു കുഞ്ഞു കുട്ടിയുടെ കാര്യം എടുത്തു നോക്കൂ. ആ കുഞ്ഞു കുട്ടി
അവര് നടക്കാൻ പഠിക്കുകയാണ്. അവര് നടക്കാൻ പഠിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അവര് വീഴും, അല്ലെ? സ്വാഭാവികമാണ്. വീണ്ടും അവരെന്ത് ചെയ്യുന്നു? എണീക്കുന്നു, വീണ്ടും ആ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അവർ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് തന്നെ അവർ നടക്കാൻ പഠിക്കുന്നുണ്ടോ? ഇല്ല, അല്ലെ? വീണ്ടും വീണ്ടും അവർ ആ ശ്രമം, അവരുടെ ആ ഒരു വിജയത്തിലേക്ക് എത്തുമ്പോൾ, കേൾക്കുന്നുണ്ടോ? സൗണ്ട് കുറവുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഒരു മെസ്സേജ് കണ്ടതാ ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമ്മള് ആ കുട്ടി എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും ആ ഒരു ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെ? അപ്പൊ അവരുടെ ആ ഗോൾ എന്താണ്? എനിക്ക് പിടിച്ചു നിൽക്കണം, അതല്ലെങ്കിൽ എനിക്ക് നടക്കണം എന്നുള്ളതാണ്. അപ്പോ ആ ഒരു നടക്കണമെന്ന അവരുടെ ആ ഒരു തോട്ടിലേക്ക് അവരെന്ത് ചെയ്യണം? അവരവരുടെ ശ്രമങ്ങള് ഒഴിവാക്കുന്നുണ്ടോ? ഇല്ല, അല്ലെ? പലപ്പോഴും നമ്മളാണ് വീഴും മോനെ, അല്ലെങ്കിൽ വീഴും മോളെ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നത്? നടക്കാൻ സഹായിക്കാതിരിക്കുന്നത്. നേരെ നമ്മൾ അവർക്കൊരു സപ്പോർട്ട് കൊടുത്ത് മോന് നടക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇത് കൊടുക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അവിടെ വീണ്ടും ആ പ്രോസസ്സ് തുടർന്ന് അവർ നടക്കാൻ പഠിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? അപ്പോ അവിടെ ആ ശ്രമങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ അവൻ ആ നടക്കുക എന്നുള്ള ആ ഒരു വിജയത്തിലേക്ക് അവൻ എത്തുന്നുണ്ടോ? അല്ലെങ്കിൽ അവൾ എത്തുന്നുണ്ടോ? ആ ഒരു കുഞ്ഞുകുട്ടി എത്തുന്നുണ്ടോ? ഇല്ല, അല്ലെ? അപ്പോ നമ്മളുടെ വിജയത്തിലേക്ക് ഓരോ ചുവടുവെപ്പുകൾ വെക്കുമ്പോഴും ഓരോ സ്ഥലങ്ങളിലും നമ്മൾ എന്ത് ചെയ്യും? വീണു പോകാം. നമ്മൾ തന്നെ സ്വയം എണീക്കാനുള്ള ശ്രമങ്ങൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ആ ഒരു ഗോളിലേക്ക്, നമ്മളുടെ ആ ഒരു ശ്രമത്തിന് ഒരു ഫലം ഉണ്ടാകുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി പലപ്പോഴും നമ്മൾക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്, അല്ലെ? എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല, എന്നെ കൊണ്ട് എല്ലാം ഇപ്പോഴും ഞാനിങ്ങനെ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാനിവിടെ നെവർ ഗിവ് അപ്പ് ചെയ്യുകയാണ് എന്നുള്ളൊരു തോട്ട് ഉണ്ടാകും, അല്ലെ? നമ്മളുടെ ഉള്ളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല. ഈ ഒരു വാക്കൊന്ന് ഉപയോഗിച്ച് നോക്കിക്കേ. ഐ ക്യാൻ ഡു ദിസ് യെറ്റ്. എനിക്കിപ്പൊ ചെയ്യാൻ കഴിയില്ല എങ്കിലും ആ ഒരു വാക്ക് ഇനി നിങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോ നമ്മൾ ചെയ്യാൻ വിചാരിച്ച ഒരു കാര്യം, ആ കാര്യത്തിന് ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. ആ ഒരു ചെയ്യാൻ വിചാരിച്ച ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ അവിടെ നമ്മളെ ഒന്ന് പോസ് ചെയ്ത് വീണ്ടും ആ ശ്രമത്തിലേക്ക് കൊണ്ടുവന്നാൽ, വീണ്ടും ആ ഒരു പുതിയ ചുവടുവെപ്പിലേക്ക് നമ്മളുടെ ഓരോ കാൽവെപ്പുകളും മുന്നോട്ടേക്ക് തന്നെ കൊണ്ടുപോയാൽ നമ്മളുടെ വിജയം അത് നമ്മൾക്ക് തന്നെയുള്ളതാണ്, അല്ലെ? അപ്പോ യെറ്റ് എന്ന വാക്കിൽ നിന്നും നമ്മൾക്ക് എന്താണ് ഉണ്ടാകുന്നത്? നല്ലൊരു പ്രതീക്ഷയാണ്, അല്ലെ? അവിടെ പേഷ്യൻസ് വർദ്ധിക്കുന്നു, അല്ലെ? യെറ്റ് എന്നൊരു വാക്കില്. അതോടൊപ്പം തന്നെയോ നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു മൂവിങ് ആണ്, അല്ലെ? അപ്പോ ഇനി എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതിന് പകരം ഐ ക്യാൻ ഡു ദിസ് യെറ്റ് എന്നും കൂടി ഇനി നിങ്ങൾ എല്ലാവരും ഒന്ന് പറയാൻ ശ്രമിക്കണം കേട്ടോ. അവിടെ നമ്മളുടെ ആ ഒരു ബിലീഫ് എന്ന് പറയുന്നത് നമ്മളുടെ എഫേർട്ടാണ് നമ്മൾക്ക് ഉണ്ടാക്കുന്നത്, അല്ലെ? നമ്മളുടെ ഓരോ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും നമ്മളുടെ എഫേർട്ടിനെയാണ്, ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാലോ തോമസ് ആൽവ എഡിസൺ. അദ്ദേഹം ആരാണ്? ബൾബ് കണ്ടുപിടിച്ച ആള്. ബൾബ് കണ്ടുപിടിച്ച ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹം കണ്ടുപിടിച്ചതാണോ? അല്ല, അല്ലെ? അദ്ദേഹം 1000 പ്രാവശ്യം അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഒരിക്കൽ അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളിത് വിട്ടുപോകാതിരുന്നത്, അല്ലെ? നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളൊക്കെ ഒരു 2 3 ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ആ ഒരു ചെയ്ത കാര്യത്തിലേക്ക് ഒരു പെർഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിങ്ങനെ എന്നെ കൊണ്ട് വയ്യ എന്നുള്ള ആ ഒരു തോട്ടായിരിക്കുമല്ലേ പെട്ടെന്ന് തന്നെ വരിക. അപ്പോ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, എഡിസണിനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്
വിട്ടുപോകാതിരുന്നതെന്ന്. അപ്പൊ അദ്ദേഹം കൊടുത്തൊരു മറുപടി ഇങ്ങനെയാണ്: അതിന് ഞാൻ 1000 പ്രാവശ്യം പരാജയപ്പെട്ടിട്ടില്ല, എന്നിട്ടോ ഞാൻ ആ ബൾബ് കത്താതിരിക്കാനുള്ള 1000 മാർഗങ്ങളാണ് ഞാൻ കണ്ടെത്തിയത് എന്നുള്ളതാണ്. അല്ലെ? ഈ ഒരു മെന്റാലിറ്റി നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഒരു സക്സസിലേക്ക് എത്തുക എന്നുള്ളതാണ്. അല്ലെ? നിങ്ങളുടെ ഉള്ളിലൊക്കെ ഓരോരോ തോട്ട്സ്, ഓരോരോ സിറ്റുവേഷൻസ് ഇങ്ങനെ കടന്നു വരുന്നില്ലേ? നിങ്ങളൊക്കെ സക്സസിലേക്ക് പോകുമ്പോഴുള്ള അയ്യോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്താലോ എന്ന ആ ഒരു തോട്ടൊക്കെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരാറില്ലേ? ഇല്ലേ? യെസ്. ഇപ്പം ഫെയിലിയർ എന്ന് പറയുന്നത് സക്സസിന്റെ ഒരു ഓപ്പോസിറ്റ് അല്ല, പക്ഷേയോ അത് സക്സസിന്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ഇനി എന്തുകൊണ്ടായിരിക്കാം നെവർ ഗിവ് അപ്പ് എന്ന് നമ്മൾക്ക് എപ്പോഴും ആ ഒരു തോട്ട് നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നത്? എന്തുകൊണ്ടായിരിക്കാം? മറ്റുള്ളവര് നമ്മളെ കമ്പയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അല്ലെ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അയാൾ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അവൻ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യും? അല്ലെ? നമ്മളുടെ ഈ ഒരു മറ്റുള്ളവർ നമ്മളെ കമ്പയർ ചെയ്യുന്ന ആ ഒരു കമ്പാരിസൺ, അല്ലെ? അതുമല്ലെങ്കിലോ നമ്മൾ പരാജയപ്പെട്ടു പോകൂ എന്ന ആ ഒരു തോട്ട്, അല്ലെ? നമ്മൾ പരാജയത്തെ ഭയക്കുന്നു എന്നുള്ളതാണ്. അതുമല്ലെങ്കിലോ ലാക്ക് ഓഫ് പേഷ്യൻസ്, അല്ലെ? നമ്മൾ ഇല്ലേ? നമ്മളുടെ നെഗറ്റീവ് തോട്ട്സ്, ഇതാണ് ഏറ്റവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുക. അല്ലെ? നമ്മളുടെ നെഗറ്റീവ് തോട്ട്സ്, ഈ നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മളുടെ പേഷ്യൻസ് എന്താ ഒക്കെ നെഗറ്റീവ് തോട്ട്സ് ആക്കി അല്ലെ? ഞാൻ ചെയ്യുന്നില്ല, ഞാൻ എന്തോടെ ചെയ്യാണ് എന്ന കാര്യം. അല്ലെ? ഇനി അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യുന്നത്? നെവർ ഗിവ് അപ്പിലേക്കാണ്, ഈ നെവർ ഗിവ് അപ്പ് എന്ന ഒരു എപ്പോഴും ഇങ്ങനെ വേർഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗിവ് അപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ വേഗം ചൂസ് ചെയ്യുന്നത്. അല്ലെ? ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു പഠനത്തിന് പിന്നോക്കമുള്ള ഒരു കുട്ടി, ഒരു ആവറേജ് കുട്ടിയാണ്. അപ്പോൾ അവന്റെ ശ്രമങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ചുറ്റുവട്ടമുള്ള കുട്ടികളൊക്കെ ചിലപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യാതെ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ടീച്ചർ നോട്ടീസ് ചെയ്തപ്പോൾ അവന്റെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവിടെ അവനെ സപ്പോർട്ട് ചെയ്യാൻ വേറൊരു കുട്ടിയും കൂടെ ഉണ്ട്. അപ്പൊ അവന്റെ വീക്ക്നെസ്സിലൊക്കെ അവനെ സപ്പോർട്ട് ചെയ്ത് വേണ്ടുന്ന സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങനെ പോകെ 1-2 വർഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവന്റെ നെക്സ്റ്റ് ഇയറിൽ അവന്റെ അക്കാദമിക് ഇയറിൽ വിജയം കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഇവന് ആദ്യത്തെ ടീച്ചറുടെ അടുത്ത് പോയി ടീച്ചറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ടീച്ചർ പറഞ്ഞു, യെസ്, നിന്റെ ആ ഒരു നീ അവിടെ പരാജയം അല്ലെങ്കിൽ നിന്റെ ഒരു ശ്രമമാണ് എന്ത് വരുന്നത് നിന്നെ ഈ വിജയത്തിലേക്ക് എത്തിച്ചത്. മറ്റുള്ളവര് നിനക്കൊരു സപ്പോർട്ട് തന്നു, അല്ലെ? സപ്പോർട്ട് കൊടുക്കാൻ ഒരു കുട്ടി അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കറക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുത്ത് മറ്റുള്ളവരെ അവന് മാനിക്കാതെ, മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് ചിന്തിക്കാതെ അവന്റെ ശ്രമങ്ങള് മുന്നോട്ടേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ആ ഒരു ചുവടുവെപ്പ് അത് മുന്നോട്ടേക്ക് അവന്റെ വിജയത്തിലേക്ക് എത്തിച്ചു എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് നെവർ ഗിവ് അപ്പിലേക്ക് എത്തുക? നമുക്ക് എങ്ങനെയായിരിക്കാം ഇത്രയൊക്കെ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സുകളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ എങ്ങനെയായിരിക്കാം നെവർ ഗിവ് അപ്പിലേക്ക് നമ്മൾക്ക് എത്തിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിക്കുക? ആൻസേഴ്സ് ആരെയും സൗണ്ട് ഒന്നും കേൾക്കില്ലല്ലോ. ഓരോ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് തന്നെ പോവുക. അതന്നെ, ഓരോ സ്റ്റെപ്പും അത് ചെറിയ സ്റ്റെപ്പുകളാവട്ടെ. അല്ലെ? ഏറ്റവും വലിയൊരു സ്റ്റെപ്പ് എടുത്തിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോയാലോ അത് വിജയത്തിലേക്ക് എത്തുമോ? ഇല്ല. ഇന്ന് ചെറിയൊരു എഫേർട്ട് എടുക്കുക. ആ എഫേർട്ട്
നാളത്തെ വലിയൊരു സ്റ്റെപ്പിലേക്കും നാളത്തെ വലിയൊരു വിജയത്തിലേക്കും എത്തുക എന്നുള്ളത് തന്നെയാണ്, അല്ലെ? പിന്നെയോ നമ്മളുടെ പ്രോഗ്രസ്സിലേക്ക് ഫോക്കസ് ചെയ്യുക, അല്ലെ? നമ്മളുടെ പെർഫെക്ഷൻ ആണോ അവിടെ നോക്കേണ്ടത്, അതോ പ്രോഗ്രസ് ആണോ അവിടെ നോക്കേണ്ടത്? പ്രോഗ്രസ് തന്നെയാണ്, അല്ലെ? പ്രോഗ്രസ്. പ്രോഗ്രസ് ഫോക്കസ് ചെയ്യുക. ഇനി അതൊരു 1% ആണെങ്കിൽ കൂടി അതിൽ നമ്മൾ സന്തോഷിക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലെ? പിന്നെയോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, അല്ലെ? നമ്മളുടെ ചുറ്റുവട്ടം നമുക്ക് എന്ത് ചെയ്യാം, പോസിറ്റീവായിട്ടുള്ള ആളുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്, അല്ലെ? നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾക്കിടയിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ പോകുന്നതിനേക്കാളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളൊരു സ്ഥലത്ത് വീഴുമ്പോൾ അവിടെ നിന്നും നമ്മളെ കൈപ്പിടിച്ച് യെസ് നിനക്കതിന് കഴിയുമെന്നുള്ള ആ ഒരു തോട്ട് നമ്മളുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ആ ആളുകളുടെ കൂടെ നമ്മൾ നമ്മളുടെ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ? പിന്നെയോ നമ്മളോട് തന്നെ കൈൻഡ് ആവുക എന്നുള്ളതാണ്, മറ്റുള്ളവരോട്. പലപ്പോഴും എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതിന് പകരം ഐ ക്യാൻ ഡു ദിസ്, അല്ലെ? ഐ ക്യാൻ ഇംപ്രൂവ് ഇറ്റ് എന്ന ആ ഒരു തോട്ട് നമ്മളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. പിന്നെയോ പിന്നെന്തൊക്കെ ഉണ്ടാകാം? നമുക്ക് ഫെയിലിയർ എന്ന് പറയുന്നത് നമ്മളുടെ പാഠങ്ങളായിട്ട്, നമ്മളുടെ ജീവിത പാഠങ്ങളായിട്ട് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്, അല്ലെ? ഏതൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും അതിൽ എല്ലാതും സക്സസ് ആകണമെന്നില്ല, അല്ലെ? പല ഫെയിലിയേഴ്സും ഉണ്ടായിരിക്കും. ഒരിക്കലും ക്വിറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്, അല്ലെ? അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാവാതിരിക്കില്ല. കാരണം അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾക്ക് പുതിയ ചുവടുവെപ്പുകള് ഒരേ ചുവടുവെപ്പിൽ തന്നെ പോവാതെ പുതിയൊരു സ്റ്റെപ്പ് എടുക്കാൻ, പുതിയൊരു വഴി തിരഞ്ഞെടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്ട്രഗിൾസ് ഒക്കെ, അല്ലെ? സോ നമുക്ക് ഫെയിലിയറിന് നമ്മളുടെ ജീവിത പാഠങ്ങളായിട്ട് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയോ നമ്മളുടെ ഗോളിനെ നമ്മൾ എന്ത് ചെയ്യുക, ഓർമ്മിക്കുക. പലപ്പോഴും പാതി വെച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഗോളിനെ അങ്ങോട്ട് മറന്നു പോകും, അല്ലെ? ഇതാണ് എൻ്റെ ഗോള് എന്നുള്ളത് മറന്നു പോകും. ചിലപ്പോ ആരെങ്കിലും എടാ ഇത് നിന്റെ ഗോൾ എന്തായിരുന്നു, നീ എവിടെയാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ള ആ ഒരു സാധനം നമ്മളുടെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോഴേക്കും അയ്യോ ഇതായിരുന്നല്ലേ എൻ്റെ ഗോള് എന്നുള്ളത് പലപ്പോഴും നമ്മളെ ആരെങ്കിലും ഒരാൾ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ടായിരിക്കും, അല്ലെ? യെസ്. ഇനി നമ്മള് ഇപ്പൊ ഒരു ചെറിയൊരു ക്രൈസിസിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അല്ലെ? അതായത് ഗൾഫിൽ ഇപ്പം യുദ്ധങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ അത് ബാധിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ, അല്ലെ? എന്താണ് ആ ഒരു ബാധിക്കുന്നത്? എന്താണ്? ഇപ്പൊ വീട്ടമ്മമാരൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്ത്, നമ്മളുടെ അടുക്കളയിലെ ഗ്യാസ് എന്ന് പറയുന്നത്, അല്ലെ? പക്ഷേ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പാചകം ചെയ്യാതിരിക്കുന്നുണ്ടോ? ഇല്ല. അതിന് വേണ്ടുന്ന മറ്റൊരു സോഴ്സ്, അതായത് നമ്മൾ പണ്ട് നിർത്തലാക്കിയ ഒരു കാര്യത്തെ നമ്മൾ വീണ്ടും എടുത്തു, അല്ലെ? വിറക് എന്ന സോഴ്സ്, അല്ലെ? അതും അല്ലെങ്കിൽ ഇലക്ട്രിക് ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മളുടെ ഇലക്ട്രിക് പാന്, അല്ലെ? നമ്മൾ പല വഴികളിലൂടെ നമ്മൾക്ക് വേണ്ടുന്ന ആ ഒരു കാര്യത്തിന്, ഭക്ഷണം പാചകം ചെയ്യുക എന്ന ആ ഒരു പ്രവൃത്തിയിലേക്ക് നമ്മൾ എത്തിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? പക്ഷെ അവിടെ നമ്മൾ ഗ്യാസ് ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഫുഡ് കഴിക്കാതിരിക്കുന്നുണ്ടോ? ഇനിയിപ്പോ ഹോട്ടലിൽ പോയാൽ പോലും കിട്ടൂല, ചുറ്റുവട്ടത്തൊക്കെ ഹോട്ടലും അടച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പുതിയ വഴികൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്, അല്ലെ? ഇപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ മുന്നേയൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മോനെ ഞാൻ ഒരു തെറാപ്പി സെന്ററിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അല്ലെ? ADHD ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ഞാൻ അന്ന് വിചാരിച്ചത് ഞാനാണ് എല്ലാം സഹിക്കുന്ന, എല്ലാ സ്ട്രഗിൾസും ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നതായിരുന്നു. പക്ഷേ അവിടെ ആ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ എത്തിയപ്പോൾ ഞാനല്ല ശരിക്കും അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തി. അവിടെ എത്രയോ അമ്മമാര്, എത്രയോ പാരൻസ് അവരുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് തെറാപ്പി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പലതരത്തില്, മെന്റലി, ഫിസിക്കലി. ചില കുട്ടികളെ ഒന്നും എടുക്കാൻ തന്നെ കഴിയില്ല. പക്ഷെ
ഒരു 7-8 വയസ്സ് ആയിട്ടുണ്ടാകും, നടക്കാനൊക്കെ പ്രയാസങ്ങളുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ ആ കുട്ടിയെ വരെ ആ ഒരു പാരന്റ് എന്ത് ചെയ്യാണ്, അവിടെ ആ കുട്ടിയിൽ ചെറിയ മാറ്റങ്ങളെങ്കിലും കാണുമ്പോൾ അവന്റെ പുതിയൊരു പ്രോഗ്രസ്സിലേക്ക് അല്ലെങ്കിൽ അവളുടെ ഒരു പ്രോഗ്രസ് ആയിട്ട് എടുത്ത് അവർ മുന്നോട്ടേക്ക് പോവുകയാണ്, അല്ലെ? അപ്പോ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? സ്ട്രഗിൾസ് നമ്മളെ മാറ്റിമറിക്കുന്ന ഒന്നാണ്, അല്ലെ? നമ്മൾക്ക് സ്ട്രഗിൾസ് തരുന്നത് എന്തിനാണ്? നമ്മളെ വീണ്ടും കരുത്തുറ്റവരാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് തരുന്നു എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ നമ്മളെ ബിലീഫ് സിസ്റ്റത്തെ മാറ്റുക എന്നുള്ളതാണ്, അല്ലെ? അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിലോ നമുക്ക് ആ സ്ട്രഗിൾ കിട്ടേണ്ട കാര്യമില്ലല്ലോ, അല്ലെ? നമ്മളെ കൊണ്ട് ആ സ്ട്രഗിൾസിനെ തരണം ചെയ്യാൻ സാധിക്കുമായിരിക്കാം. അതുകൊണ്ടാണ് ആ ഒരു സ്ട്രഗിൾസ് അത്തരത്തിലുള്ള അമ്മമാർക്ക് കൊടുത്തിട്ടുണ്ടാവുക, അല്ലെ? നമുക്ക് അത്തരത്തിലുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തിനെ മാറ്റിയാൽ മതി. ഓക്കെ. അപ്പം ജീവിതം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തല്ല, ഈസി അല്ല, അല്ലെ? അവിടെ പലതരത്തിലുള്ള ഫെയിലിയേഴ്സ് ഉണ്ടായിരിക്കും, പലതരത്തിലുള്ള കണ്ണീരുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഡോൺ നെവർ ഗിവ് അപ്പ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഗീവ് അപ്പ് ചെയ്യരുത്. സോ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാതെ, ഒരിക്കലും ക്വിറ്റ് ചെയ്യാതെ, ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാതെ നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഞാൻ ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു സ്കൂളിന്റെ മതിലില് പലതരത്തിലുള്ള കോഴ്സുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ കോഴ്സുകൾ വായിക്കുന്നത് ഭയങ്കര ഒരു ശീലമുള്ള ഒരു കാര്യമാണ്. ഒരു കോട്ടിനെ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ നമുക്കറിയാലോ എത്രത്തോളം നമുക്ക് ആ കോട്ട് വായിക്കാൻ സാധിക്കും എന്നുള്ളത്. അപ്പം ഒരു കോട്ട് ഞാൻ കുറെ ദിവസങ്ങൾ കൊണ്ട് ഞാൻ വായിച്ചൊരു കാര്യമാണ്. ഓക്കെ, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അതായത് ഇങ്ങനെയായിരുന്നു ആ കോട്ട് ഉണ്ടായിരുന്നത്: നിങ്ങൾ ഓടുകയാണോ അത് മുന്നോട്ടേക്ക് തന്നെ, നിങ്ങൾ നടക്കുകയാണോ അത് മുന്നോട്ടേക്ക് തന്നെ, നിങ്ങൾ ഇഴയുകയാണോ അത് മുന്നോട്ടേക്ക് തന്നെ, നിങ്ങൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും അത് മുന്നോട്ടേക്ക് തന്നെ പോവുക എന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു കോട്ട് നിങ്ങളോടും ഞാൻ ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളിൽ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാതെ, നിങ്ങളുടെ പരാജയങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാതെ, നിങ്ങളുടെ ഓരോ സ്ട്രഗിൾസും ഓരോ ലെസൺ ആക്കിയിട്ട് മാറ്റിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോവുക. സോ ഡോണ്ട് ഗിവ് അപ്പ് അറ്റ് എനി കോസ്റ്റ്. ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ പുതിയ പുതിയ സെഷനിലേക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്താനുള്ള ഞങ്ങൾക്കുള്ള ഓരോരോ പ്രചോദനങ്ങളാണ്. സോ ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ മൈക്ക് തരികയാണ്. നിങ്ങളുടെ വിലയേറിയ നല്ല നല്ല അഭിപ്രായങ്ങളും എന്നിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ ആ മാറ്റത്തിനെയും കൂടി ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മൈൻഡ് ഹാൻഡ് ഓവർ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി, ടയേർഡാണോ ഇന്നും? ഇന്ന് ഭയങ്കര ഒരു ടയേർഡ്, എന്താ ചൂട് അധികല്ലേ? അതാ എനിക്ക് തോന്നി, മുഖം കണ്ടിട്ട് ടയേർഡായിട്ട് തോന്നി, അതുകൊണ്ടാണ് ചോദിച്ചത്. ബട്ട് എനിവേ യു ഡിഡ് ദ സെഷൻ വെൽ. നന്നായിട്ട് തന്നെ സെഷൻ എടുക്കാൻ പറ്റി, അതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. സോ മുന്നോട്ട് തന്നെ ഇപ്പൊ അത് തന്നെ ഒരു എക്സാമ്പിൾ ആണല്ലോ. ഇനിയിപ്പം യു ആർ ടയേർഡ്, നമ്മൾ അത് സ്റ്റിൽ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലെ യു ടുക്ക് ഇറ്റ് ഫോർവേഡ്, അല്ലേ? സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ ഗുഡ് എക്സാമ്പിൾ. എനിവേ നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ് ആ ഒരു നല്ലൊരു മോട്ടിവേഷൻ, ആ ഒരു ലെസൺ ആണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊരു ഫോക്കസ് ഉണ്ടാകണമെന്നുള്ളത്, അതായത് മുന്നോട്ട് പോകാനായിട്ടുള്ള ആ പാതയിൽ കൂടി പോകാതെ വേറെ വഴി കൂടി പോയിട്ട് കാര്യമില്ല. അപ്പൊ നമുക്കറിയാമല്ലോ, ഒരു കഥ അറിയാമല്ലോ. ഒരു സൂചി കളഞ്ഞു പോയ ഒരാള് സൂചി തപ്പാനായിട്ട് കളഞ്ഞു പോയത് വീടിനകത്താണെങ്കിലും പുറത്താണ് പോയി തപ്പുന്നത്. അപ്പം പക്ഷെ എവിടെയാണ് സൂചി? കുറെ നേരം തപ്പിക്കഴിഞ്ഞിട്ട് കൂടെയുള്ള ആൾക്കാർ സഹായിക്കാൻ വന്നവർ ചോദിച്ചു, എവിടെയാ സൂചി പോയത്? സൂചി പോയത് വീടിനകത്താണ്, പക്ഷെ വീടിനകത്ത് ലൈറ്റ് ഇല്ല, ലൈറ്റ് ഉള്ളത് ഇപ്പോൾ പുറത്താണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെയാണ് നോക്കുന്നത്.
എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോക്കസ് മാറിയപ്പോൾ പിന്നെ നമ്മളത് ആ സക്സസിലേക്ക് എത്തില്ല. പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ടും ചെയ്യണമെന്നുള്ളതും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ദെൻ ഇറ്റ് ലീഡ്സ് ടു സക്സസ്. ഫെയിലിയേഴ്സ് എന്ന് പറയുന്നത് മിസ്റ്റേക്ക്. എഡിസന്റെ കാര്യം പറഞ്ഞ പോലെ നമുക്കൊന്നും അത്രയും 1000 പ്രാവശ്യം ഒന്നും നമ്മൾ ഫെയിൽ ചെയ്യുന്നില്ല. നമ്മളൊരു 4-5 പ്രാവശ്യം ആകുമ്പോഴത്തേനും ഇത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ട് പോകുന്നതാണ് സാധാരണ നമ്മളുടെ ഒരു ചിന്താഗതിയിൽ വരുന്നത്. പക്ഷെ അതല്ല, വി ഹാവ് ടു കീപ് ഗോയിങ്. നമുക്ക് ആ ഒരു ലക്ഷ്യത്തിൽ എത്തേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേനും തീർച്ചയായിട്ടും നമ്മൾ ലക്ഷ്യത്തിലെത്തും. ബിക്കോസ് ജസ്റ്റ് ലൈക്ക് യു സെഡ്, ഫെയിലിയേഴ്സ് ആർ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ്. അതിൽ കൂടി കടന്നാണ് ജീവിതത്തിൽ ഒരാളും മിസ്റ്റേക്ക് ഉണ്ടാക്കാതെ, ഫെയിലിയേഴ്സ് ഉണ്ടാകാതെ മുന്നിൽ വന്നിട്ടില്ല. നമ്മുടെ ചരിത്രത്തിൽ തന്നെ എടുത്തു നോക്കിയാൽ എല്ലാവർക്കും ഇപ്പോഴത്തെ കാലത്തും എന്നത്തെ കാലത്തും സക്സസ്സിലെത്തണമെങ്കിൽ നമ്മൾ മിസ്റ്റേക്സ് തീർച്ചയായിട്ടും വരും. ആ മിസ്റ്റേക്സിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക തന്നെ വളരെ അത്യാവശ്യമാണ്. അപ്പം ദാറ്റ് വേ അത് ഇട്ടിട്ട് പോകാതെ നമ്മൾ റെസിലിയന്റ് ആയിട്ട് നിന്ന് തീർച്ചയായിട്ടും ഞാനിത് ചെയ്യും, ഞാൻ പാഠം പഠിച്ച് എന്താണ് കറക്റ്റ് ചെയ്തേണ്ടതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക തന്നെ വേണം എന്നുള്ള മെസ്സേജാണ് തന്നത്. സോ ഡോണ്ട് ഗിവ് അപ്പ്. ശരിയായില്ലെങ്കിൽ ഓക്കെ, ശരിയായില്ല യെറ്റ്, ഇതുവരെ ശരിയായില്ലെന്നേ ഉള്ളൂ, ഞാൻ നാളെ അത് ശരിയാക്കും. ഐ എം ഗോയിങ് ടു കീപ് ഗോയിങ് ആൻഡ് ഐ എം ഗോയിങ് ടു കൺസിസ്റ്റന്റ്ലി ഡു ആൻഡ് ഐ എം ഗോയിങ് ടു റീച്ച് ദ ഗോൾ ദാറ്റ് ഐ ഹവ് സെറ്റ് ഫോർ മൈസെൽഫ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ മുന്നോട്ട് പോകണം. നല്ലൊരു മെസ്സേജ് തന്നു രാവിലെ, നല്ലൊരു മോട്ടിവേഷൻ എല്ലാവർക്കും തന്നു. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ടു യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് മാം. നല്ല അടിപൊളി സെഷൻ ആയിരുന്നു. ഫീഡ്ബാക്കിൽ ഇനി ഒരു തരി പോലും ഞാൻ ആഡ് ഓൺ ചെയ്ത് പറയാനില്ലാത്ത വിധം സൂസൻ മാമും അത് കൂട്ടിച്ചേർത്തു. എന്തായാലും നല്ല ഹാപ്പി ആയിരുന്നു. നല്ല അടിപൊളി മോട്ടിവേഷൻ. താങ്ക് യു. ഇടയ്ക്ക് ഞാനൊന്ന് പോയി. അതാ ഞാൻ ഓർത്ത് എന്ത് പറ്റി ഇടയ്ക്ക് കട്ടായി പോയല്ലോ എന്ന്. ബട്ട് ഗുഡ് ദാറ്റ് യു കെയിം ബാക്ക്. പറയാൻ വേണ്ടിട്ട് മൈക്ക് ഓൺ ആക്കിയതാണ്. ഞാനെന്താ സാരമില്ല, ഗുഡ് യുവർ ബാക്ക്. ഗുഡ് മോർണിംഗ് ഇന്ദു. കുറച്ച് തിരക്കാണ്. എനിവേ നല്ലൊരു സെഷനാണ് നെവർ ഗിവ് അപ്പ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ വാട്ട് എവർ ദേ ആർ ഡൂയിങ്, പലപ്പോഴും ക്വിറ്റ്. ഞാൻ പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നതാണ്, നിങ്ങൾ ഡിഗ്രിയുടെ ഒപ്പമാണ് പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നത്. സോ നിങ്ങളൊരു വലിയ ചാലഞ്ചാണ് എടുത്തിരിക്കുന്നത്. ആ ചാലഞ്ച് എടുത്തിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പേപ്പേഴ്സ് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അത് സാറില്ല, ഡിഗ്രിയുടെ ഒപ്പാണല്ലോ ചെയ്യുന്നത്. അപ്പൊ 1 or 2 ഫെയിലിയേഴ്സ് ഉണ്ടാവും. പക്ഷെ ഈ ഫെയിലിയർ ആണ് ഓൾറെഡി സൂസൻ മാം പറഞ്ഞിട്ട് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. അപ്പൊ നിങ്ങൾക്ക് അത്രയും നോളജ് ഗെയിൻ ചെയ്തു, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഗെയിൻ ചെയ്തില്ലേ നോളജ്. ആ നോളജ് വെച്ചിട്ട് യു ആർ ഗോയിങ് ടു ആഡ് ഓൺ ഓൺലി പിന്നെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഡോണ്ട് ഗിവ് അപ്പ് എന്ന് എപ്പോഴും പറഞ്ഞിട്ട്, പിന്നെ ഞാൻ അവിടെ പറയും നിങ്ങളൊരു ജോലി എടുത്തോളൂ, ജോലിയുടെ ഒപ്പം പിന്നെയും കണ്ടിന്യൂ ചെയ്യുക, എങ്ങനെങ്കിലും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ ഓൾറെഡി വി ആർ സ്റ്റെപ്ഡ് ഇൻ ടു സംതിങ്, അല്ലെങ്കിൽ എന്തായിരിക്കും ബാക്ക് ടു സ്ക്വയർ വൺ ആവും. അത് ഗിവ് അപ്പ് ചെയ്ത നെക്സ്റ്റ് എന്താണെന്നുള്ള ഒരു ചിന്ത വരും, പിന്നെ ആകെ കൺഫ്യൂസ്ഡ് ആവും. സോ എന്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് എപ്പോഴും വേണം. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക, നമുക്കൊരു ഫീലിംഗ് തന്നെ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ഫീലിംഗ് എപ്പോഴും വരും. സോ നെവർ ഗിവ് അപ്പ് ഇൻ എവറി, നമ്മൾ എന്താ ചെയ്യുന്നത് അത് നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു ഫീലിംഗ് എപ്പോഴും വേണം. ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോവുക. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്, പഠിക്കുന്നവര്, ജോലി ചെയ്യുന്നവര്, നമ്മള് വീട്ടിലെ അമ്മമാര് ചെറിയ ചെറിയ കാര്യങ്ങൾ എഫേർട്ട് ഇടാമല്ലോ. സോ ആ എഫേർട്സിലൊക്കെ ഒരിക്കലും നമ്മൾ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. എ വെരി നൈസ് ഇൻഫർമേഷൻ ഏർലി മോർണിംഗ്. താങ്ക് യു മാം ആൻഡ് ബെസ്റ്റ് വിഷസ് ഫോർ യു.
താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ് ഫജ്റിനിസ മാം. സുഖല്ലേ? ഓ, സുഖമായിട്ടിരിക്കുന്നു. കൊള്ളാം കേട്ടോ, നല്ലൊരു സെഷൻ, നല്ലൊരു ടോപ്പിക് ആയിരുന്നു. ഞാൻ സാധാരണ ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട്, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണല്ലോ ഇന്നത്തെ നമ്മളുടെ തലമുറയെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഒരിക്കലും പരാജയപ്പെടരുത്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു പരാജയം സംഭവിച്ചു പോയാൽ ഉടനെ അത് ആത്മഹത്യയിലേക്ക് എത്തുന്ന ഒരു പ്രവണതയാണല്ലോ ഇന്ന് നമ്മൾ കാണുന്നത്. ശ്രമിക്കുക. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയല്ലേ നടക്കുന്നത്? എങ്ങനെയാണ്? ഒറ്റയടിക്ക് നടക്കുവോ? വീണ് 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 അല്ലേ നടക്കുക? ഇത് തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠവും. അപ്പോൾ ഒരു കാര്യം തന്നെ പലതവണ ചെയ്ത് 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 പരാജയപ്പെട്ട് ആണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. അത് നല്ലൊരു ടോപ്പിക്കാണ്. നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് ജീവിതത്തിലുടനീളം എല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്ന് വിചാരിക്കുകയാണ്. അത് നമ്മൾ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അത് മറ്റുള്ളവർക്ക് കൂടി അത് പകർന്ന് കൊടുക്കുകയും വേണം. അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അങ്ങനെയാണല്ലോ, എവിടെയും പരാജയപ്പെടാതെ കുറേ ഇങ്ങനെ വന്നിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്ട്രഗിൾ വരുമ്പോൾ പെട്ടെന്ന് കൈവിട്ടു പോകുന്നത് പോലെ തോന്നുക. കാരണം ഒരിക്കൽ പോലും നമ്മൾ കുട്ടികളെ പരാജയപ്പെടാനും കൂടി പഠിപ്പിക്കണം എന്നാണ്, എങ്കിലേ അവർ ജീവിതത്തിൽ മുന്നേറുള്ളൂ. അത് നമ്മൾക്കും ഒരു പാഠമാണ്. അപ്പോൾ നെവർ ഗിവ് അപ്പ്, ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, താങ്ക് യു ഇന്ദു മാം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. Thank you so ഞങ്ങൾക്കൊക്കെ much. സോറി സജ്ജന, ഞങ്ങൾക്കൊക്കെ ഈ സ്പൈഡറുടെ ഒരു സ്റ്റോറി എപ്പോഴും പറയും, ഈ നെവർ ഗീവ് അപ്പിനെ. ജസ്റ്റ് ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ടാ. അതെ അതെ, അതെ. എന്തായാലും ഇന്നത്തെ അടിപൊളിയായിരുന്നു. രാവിലെ തന്നെ നല്ലൊരു മോട്ടിവേഷൻ ഇന്നത്തെ ദിവസത്തേക്കുള്ളതായിട്ടുണ്ട്. ഇന്ദു മാമിനെ കണ്ടപ്പോ പറഞ്ഞ പോലെ ഒരു ഫേസ് നോക്കുമ്പോൾ ടയർഡ് ആയിട്ടുള്ള പോലെ ഉണ്ടായിരുന്നു. പക്ഷെ സെഷൻ സൂസൻ മാം പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ട് എടുത്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഈ നെവർ ഗിവ് അപ്പ് ഉള്ള ഇതിന്റെ കൂടെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു തോട്ട്, വാട്ട് ഹാവ് യു ഗോട്ട് ടു ലൂസ്? ഇത് ചെയ്തില്ലെങ്കിൽ, മുന്നോട്ട് പോയില്ലെങ്കിൽ, യു ഹാവ് സംതിങ് ടു ലൂസ്. ഇപ്പൊ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ. പക്ഷെ ചെയ്താൽ യു വിൽ റീച്ച്, യു ഹാവ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു റീച്ച് സക്സസ്. സോ യു ഹാവ് പ്ലെന്റി ടു ലൂസ് ഇഫ് യു ഡോണ്ട് ട്രൈ. ബട്ട് ഇഫ് യു ഡു ട്രൈ, യു ഹാവ് എ ലോട്ട് ടു ഗെയിൻ. അപ്പൊ ആ ഒരു കാര്യം ചിന്തിക്കുക. വാട്ട് ഹാവ് യു ഗോട്ട് ടു ലൂസ് എന്നുള്ളത് ചിന്തിച്ചിട്ട് വാട്ട് ഹാവ് യു ഗോട്ട് ടു ഗെയിൻ? Definitely you have plenty to gain if you keep going forward. You have a lot to lose if you just stand where you are and just give up. അപ്പൊ ആ ഒരു തോട്ട് നമ്മൾ മനസ്സിലിടുവാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടൊരു കൂടുതലൊരു പ്രചോദനം കിട്ടും. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാല്ലേ? എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു തോന്നുന്നു. അതാ. യെസ്. സോ ഗുഡ് ഡേ എവരിവൺ. താങ്ക് യു വൺസ് അഗൈൻ ഫോർ എ ഗുഡ് സെഷൻ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ നമ്മളെ കൂടുതൽ മുന്നോട്ടേക്ക് നയിക്കുകയാണ്. സോ ഐ വിൽ നെവർ ഗിവ് അപ്പ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. Good day to all. Best wishes. താങ്ക് യു മാം.